ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. എല്ലാവർക്കും നമസ്കാരം. വാൽമീകി രാമായണത്തിലെ യുദ്ധകാന്ഡം 80-ാം സർഗം വ്യാഖ്യാനം. ശ്രീരാമനും ഖരപുത്രനായ മകരാക്ഷൻ എന്ന രാക്ഷസനും തമ്മിൽ ഘോരമായ പോർ നടന്നു. ആ പോരിൽ രാമൻ ആഗ്നേയാസ്ത്രം കൊണ്ട് ഘോര രാക്ഷസനായ മകരാക്ഷനെ വധിച്ചു. അത് കണ്ട് ശേഷിച്ച രാക്ഷസന്മാരെല്ലാം ഭയാർത്തരായി ലങ്കയിലേക്ക് തന്നെ ഓടിപ്പോയി രാവണനെ അറിയിച്ചു. ദേവന്മാരെല്ലാം ആ മകരാക്ഷനെ വധിച്ചു കണ്ട് അത്യധികം സന്തോഷം പൂണ്ടു. ദേവന്മാർക്കെല്ലാം വളരെ സന്തോഷമായി. രാവണൻ ഇത് കേട്ട് അത്യന്തം കോപം പൂണ്ടു. മകരാക്ഷൻ രാമനാൽ വധിക്കപ്പെട്ടപ്പോൾ രാവണൻ അത് കേട്ട് പല്ലിറുമ്മിക്കൊണ്ട് അത്യധികം കോപം പൂണ്ടു. കുപിതനായ രാവണൻ ഇനി എന്ത് ചെയ്യണം എന്നാലോചിച്ച് ഹർഷത്തോടെ പുത്രനായ ഇന്ദ്രജിത്തിനെ പോരിന് പറഞ്ഞയച്ചു. പലതവണ ദേവേന്ദ്രനോട് പോർ നടത്തി ജയിച്ചവനാണ് ആ ഇന്ദ്രജിത്ത്. അങ്ങനെയാണ് അവൻ ആ പേരുണ്ടായത്. ഇന്ദ്രജിത്തിനെയാണ് രാവണൻ പോരിന് പറഞ്ഞയച്ചത്. പറയാണ്, നീ വീര്യവാന്മാരായ രാമലക്ഷ്മണന്മാരെ അദൃശ്യനായോ ദൃശ്യനായോ നിന്ന് വധിക്കുക. സർവഥാ നീ ബലമേറിയവനാണ്. നിസ്തുലകർമാവായ ഇന്ദ്രനെ പോലും നീ പോരിൽ ജയിക്കുന്നു. പിന്നെ മനുഷ്യന്മാരായ രാജപുത്രന്മാരെ വധിക്കാൻ വല്ല വിഷമുണ്ടാവോ? ഇങ്ങനെയെല്ലാം രാവണന്റെ വാക്ക് കേട്ട് രാക്ഷസേന്ദ്രൻ ഇങ്ങനെ ആജ്ഞാപിച്ചപ്പോൾ ഇന്ദ്രജിത്ത് പിതൃവാക്യത്തെ മാനിച്ച് യാഗഭൂമിയിൽ വിധിപൂർവം അഗ്നിയിൽ ഹോമം ചെയ്തു. യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് ഹോമം നടത്തിയിട്ടാണ് പോകുന്നത്. യാഗഭൂമിയിൽ ചെന്നിട്ട് അഗ്നി ജ്വലിപ്പിച്ച് ഹോമം ചെയ്തു. അവിടെ അഗ്നിയിൽ ഹോമിക്കുമ്പോൾ ചുവന്ന തലപ്പാവണിഞ്ഞ രാക്ഷസ സ്ത്രീകൾ പരിഭ്രാന്തരായി ഇന്ദ്രജിത്ത് ഇരിക്കുന്നിടത്ത് വന്നു. ആയുധങ്ങളാകുന്ന ദർഭപ്പുല്ലുകൾ, ചമതയ്ക്കായി താനേ ചുവന്ന വസ്ത്രങ്ങൾ, കാരിരുമ്പ് കൊണ്ടുള്ള സ്രുവം, പിന്നെ തോമരങ്ങളും ദർഭപ്പുല്ലുകളും വിരിച്ച് അഗ്നി ആളി പടർത്തി ജീവനോടെ ഒരു കറുത്ത ആടിൻ്റെ കഴുത്തറുത്ത് ഹോമിച്ചു. ആളിക്കത്തുന്ന തീയിൽ ഒരിക്കൽ ആഹുതി അർപ്പിച്ചപ്പോൾ തന്നെ വിജയസൂചകമായ അടയാളങ്ങൾ കാണപ്പെട്ടു. ഉരുക്കിയ പൊന്നുപോലെ പ്രകാശിക്കുന്ന അഗ്നി ഉയർന്നു വന്ന് പ്രദക്ഷിണമായി കത്തുന്ന ജ്വാലകളോടെ ആ ഹവിസ് സ്വീകരിച്ചു. അവൻ അഗ്നിഹോമം ചെയ്ത് ദാനവ രാക്ഷസന്മാരെ തർപ്പണം ചെയ്ത് അന്തർധാനത്തിന് കഴിവുള്ള ശുഭമായ തേരിലേറി. അന്തർധാന വിദ്യ അറിയുന്ന ഇന്ദ്രജിത്ത് പിന്നെയും ഹോമം ചെയ്ത് ആ തേരും തേരാളിയും മറ്റ് കുതിരകളും എല്ലാം മറയാൻ കഴിവുള്ള ത്രാണിയുള്ള ശുഭമായ തേരിൽ കയറി ഇന്ദ്രജിത്ത് 4 കുതിരകളെ പൂട്ടിയതും കൂരമ്പുകളാൽ നിറഞ്ഞതും പെരുംവില്ലുകൾ വെച്ചതുമായ ഉത്തമരഥത്തിൽ ആ ഇന്ദ്രജിത്ത് വിളങ്ങി നിന്നു.
ജ്വലിക്കുന്ന രൂപവും പൊന്മുടിയുള്ളതും മാനും ചന്ദ്രനും ചന്ദ്രക്കലയും കൊണ്ട് അലങ്കരിക്കപ്പെട്ടതുമായിരുന്നു ആ രഥം. വലിയ പൊൻവലയങ്ങൾ കൊണ്ട് പൊതിഞ്ഞതും കത്തുന്ന തീ പോലെയുള്ളതും വൈഡൂര്യക്കല്ലുകൾ പതിച്ചതുമായ ഇന്ദ്രജിത്തിന്റെ കൊടിമരം അത്യന്തം ശോഭിച്ചു. സൂര്യപ്രഭമായ അതിനാലും ബ്രഹ്മാസ്ത്രത്താലും രക്ഷിതനും മഹാബലവാനുമായ ആ ഇന്ദ്രജിത്ത് അങ്ങനെ അജയ്യനായി ഭവിച്ചു. ആർക്കും ഇന്ദ്രജിത്തിനെ ജയിക്കാൻ കഴിയില്ല. യുദ്ധജേതാവായ ആ ഇന്ദ്രജിത്ത് രാക്ഷസ മന്ത്രങ്ങൾ കൊണ്ട് അഗ്നിയിൽ ഹോമിച്ച ശേഷം നഗരത്തിൽ നിന്ന് പുറപ്പെട്ട് അന്തർധാനം ചെയ്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: കപട സന്യാസികളായി കാട്ടിൽ നടക്കുന്ന അവരിരുവരെയും പോരിൽ ഇന്ന് വധിച്ച് അച്ഛനായ രാവണന് ഞാൻ വിജയം നേടിക്കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്തർധാനം ചെയ്തു മറയുന്നത്. ഇന്ന് രാമലക്ഷ്മണന്മാരെ വധിച്ച് ഭൂമിയെ വാനരശൂന്യമാക്കി അളവറ്റ സന്തോഷം ഞാൻ സൃഷ്ടിക്കും എന്ന് പറഞ്ഞ് ആ ഇന്ദ്രജിത്ത് മറഞ്ഞു. പിന്നീട് രാവണപ്രേരിതനും ക്രുദ്ധനും തീഷ്ണനുമായ ആ ഇന്ദ്രവൈരി തീഷ്ണമായ അമ്പും വില്ലുമേന്തി പോരിന് വന്നു. മഹാവീര്യവാന്മാരും 3 തലയുള്ള നാഗങ്ങളെ പോലെയുള്ളവരും വാനരമധ്യത്തിൽ നിൽക്കുന്നവരും അസ്ത്രജാലം പൊഴിക്കുന്നവരുമായ വീരന്മാരായ രാമലക്ഷ്മണന്മാരെ ആ രാക്ഷസൻ കണ്ടു. ഇതാ 2 പേരും എന്ന് വിചാരിച്ച് വില്ല് കുലച്ചു പിടിച്ച് അവൻ മഴ പെയ്യുന്ന മേഘം പോലെ ശരമാരി വർഷിച്ചു. ഇന്ദ്രജിത്ത് രാമലക്ഷ്മണന്മാരെ ശരം കൊണ്ട് എഴുതു മുറിക്കുകയാണ്. അവനപ്പോൾ തീരിൽ ആകാശത്ത് കാണപ്പെടാതെ നിന്നുകൊണ്ട് അന്തർധാനം ചെയ്തുകൊണ്ട് നിശിതങ്ങളായ ശരങ്ങളാൽ രാമലക്ഷ്മണന്മാരെ എയ്തു. ആ രാമലക്ഷ്മണന്മാർ അവന്റെ ശരവേഗത്താൽ ചൂഴപ്പെട്ടപ്പോൾ വില്ലുകളിൽ അമ്പുകൾ തൊടുത്ത് ദിവ്യാസ്ത്രത്തോട് ഇണക്കി ശക്തിശാലികളായ അവർ ശരജാലം കൊണ്ട് മാനം മൂടിക്കളഞ്ഞു. സൂര്യതുല്യങ്ങളായ ആ അസ്ത്രങ്ങൾക്ക് അവനെ സ്പർശിക്കാൻ കഴിഞ്ഞില്ല. അവൻ വ്യോമം മറയ്ക്കാൻ ധൂമാന്ധകാരം തീർത്തു. ദിക്കുകളെല്ലാം മഞ്ഞിരുൾ കൊണ്ട് മറച്ചു. മായാ സൃഷ്ടി കൊണ്ട് ആ ഇന്ദ്രജിത്ത് മഞ്ഞുകൊണ്ടൊരു മറ സൃഷ്ടിച്ചു. അവനെ ആർക്കും കാണാത്ത വിധത്തിലായി അദൃശ്യനായി തീർന്നു. ഞാണലിയുടെ മുഴക്കം കേട്ടില്ല. അതുപോലെ കുളമ്പുലിയും തേരിരുളുന്ന ഒച്ചയും ഒന്നും കേട്ടില്ല. തീരിന്റെ ഒച്ചയോ കുതിരകളുടെ കുളമ്പടി ഒച്ചയോ ഒന്നും കേൾക്കാൻ സാധിച്ചില്ല. അവൻ സഞ്ചരിക്കുമ്പോൾ രൂപവും കാണപ്പെട്ടില്ല. മഹാബാഹുവായ ഇന്ദ്രജിത്ത് കട്ട പിടിച്ച കൂരിയിരുട്ടിൽ അത്ഭുതകരമായ ശിലാവർഷം കണക്കെ നാരാജങ്ങളും ശരങ്ങളും വർഷിച്ചു. ആ രാവണി രണത്തിൽ രോഷം പൂണ്ട് വരമായി നേടിയ സൂര്യതുല്യങ്ങളായ ശരങ്ങളാൽ രാമന്റെ സർവാംഗങ്ങളിലും മുറിവേൽപ്പിച്ചു. മാരിയാൽ മലകളെന്ന പോലെ അസ്ത്രങ്ങളാൽ പീഡിതരായ ആ നരവ്യാഘ്രന്മാർ പൊൻപിടിയുള്ള ഉഗ്രബാണങ്ങൾ അയച്ചുകൊണ്ടിരുന്നു. രാമലക്ഷ്മണന്മാരും അങ്ങോട്ട് ബാണം വർഷിച്ചുകൊണ്ടിരുന്നു. കഴുകച്ചിറകണിഞ്ഞ അവ ആകാശത്ത് ചെന്ന് ഇന്ദ്രജിത്തിനെ വ്രണപ്പെടുത്തി ചോര പുരണ്ട് നിലത്ത് വീണു. കാണാൻ സാധിച്ചില്ലെങ്കിലും അസ്ത്രങ്ങൾ വരുന്ന സ്ഥലത്തേക്ക് നോക്കി പ്രത്യസ്ത്രം തൊടുത്തുവിട്ടു. അവരും ശരനിരകൾ കൊണ്ട് അതിമാത്രം പ്രകാശിക്കുന്ന ആ പുരുഷോത്തമന്മാർ വന്നു വീഴുന്ന ശരങ്ങളെ അനേകം അമ്പുകൾ കൊണ്ട് മുറിച്ചു. എവിടെ നിന്നാണോ കൂരമ്പുകൾ വീഴുന്നത് കണ്ടത് ആ ദിക്ക് നോക്കി ആ ദശരഥപുത്രന്മാർ ഉത്തമാസ്ത്രങ്ങൾ പ്രയോഗിച്ചു. അതിരഥനായ രാവണി രഥത്തിലേറി സർവദിക്കുകളിലും എത്തിച്ചേർന്ന് കൂർത്ത ശരങ്ങളാൽ ആ കാകുത്സ്ഥന്മാരെ അസ്ത്രമെയ്ത് മുറിവേൽപ്പിച്ചു. പൊൻപിടിയുള്ള ഉന്നം പിഴയ്ക്കാത്ത അമ്പുകൾ കൊണ്ട് ഒട്ടേറെ മുറിവേറ്റ വീരന്മാരായ ദാശരഥികൾ പുഷ്പിച്ച പ്ലാശമരങ്ങൾ പോലെ കാണപ്പെട്ടു. അവരുടെ ശരീരത്തിൽ മുറിവേറ്റ് ചോര ഒലിച്ചു കണ്ടാൽ
പൂത്തു നിൽക്കുന്ന പ്ലാഷ് മരമാണോ എന്ന് തോന്നും. അങ്ങനെ കാണപ്പെട്ടു. അവൻ്റെ വേഗമോ ഗതിയോ രൂപമോ വില്ലോ ശരമോ ആരും കണ്ടില്ല. എല്ലാം അദൃശ്യമാണ്. കാർമേഘങ്ങൾക്കുള്ളിലെ കതിരോനെ പോലെ ഒന്നും തന്നെ അറിയപ്പെട്ടില്ല. എങ്ങനെയാണ് സൂര്യൻ മേഘങ്ങൾക്ക് പിന്നിൽ മറയുന്നത്, അതേപോലെ ഇന്ദ്രജിത്തിനെയും കാണാൻ സാധിച്ചില്ല. തേരാളിയോ കുതിരകളെയോ ഒന്നും കാണാൻ സാധിച്ചില്ല. അവൻ എയ്തുമുറിച്ച 100 കണക്കിന് കവികൾ കൊല്ലപ്പെട്ട് നിലത്ത് വീണു. വാനരന്മാർ ഒരുപാട് മരിച്ചു വീണു. അപ്പോൾ ലക്ഷ്മണൻ അരിശത്തോടെ ജ്യേഷ്ഠനായ രാമനോട് ഇങ്ങനെ പറഞ്ഞു: ഞാൻ സർവ്വരാക്ഷസന്മാരെയും ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ച് കൊല്ലാൻ പോകുന്നു. ഞാൻ ഇവരെ ബ്രഹ്മാസ്ത്രം കൊണ്ട് വധിക്കാൻ പോകുന്നു എന്ന് ലക്ഷ്മണൻ കോപത്തോടുകൂടി പറയാണ്. ശ്രീരാമൻ പറയാണ് എന്താണ്? ആ ലക്ഷ്മണനോട് പറഞ്ഞു, ഒരുത്തൻ കാരണം ഭൂമിയിലെ സർവ്വരാക്ഷസന്മാരെയും കൊല്ലാൻ പാടില്ല. അങ്ങനെ ബ്രഹ്മാസ്ത്രമൊന്നും തോന്നിയ മാതിരി പ്രയോഗിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടൊരു ദോഷം വരുന്നുണ്ട്. യുദ്ധം ചെയ്യാത്തവനെയും മറഞ്ഞു നിൽക്കുന്നവനെയും കൈകൂപ്പി ശരണം പ്രാപിച്ചവനെയും പേടിച്ച് പലായനം ചെയ്യുന്ന ഓടിപ്പോകുന്നവരെയും അതുപോലെ മത്തനെയും ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പാടില്ല. അത് വലിയ പാതകമായി തീരും. നമുക്ക് ഇവനെ, ഈ ഇന്ദ്രജിത്തിനെ മാത്രം വധിക്കാം. എന്തിനു വേണ്ടി? എല്ലാ രാക്ഷസന്മാരെയും കൊല്ലുന്നു. ഇവനെ ഒരുത്തനെ വധിക്കാൻ വേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് പറഞ്ഞു ശ്രീരാമൻ. സർപ്പസദൃശങ്ങളായ അതിവേഗമാർന്ന അമ്പുകൾ നമുക്ക് പ്രയോഗിക്കാം. ബ്രഹ്മാസ്ത്രമൊന്നും എടുക്കാറായിട്ടില്ല. അത് അങ്ങനെ തോന്നിയ മാതിരി പ്രയോഗിക്കേണ്ട ഒരു അസ്ത്രമല്ല. അതല്ല എന്നുണ്ടെങ്കിൽ അനർത്ഥമായി തീരും എന്നെല്ലാം ശ്രീരാമൻ ലക്ഷ്മണനോട് ഉപദേശിച്ചു. അത് കേട്ട് ലക്ഷ്മണൻ അതിനെ മാനിച്ചു. മായാവിയും ക്ഷുദ്രനും തേരുമറച്ചവനുമായ ഈ രാക്ഷസനെ കണ്ടെത്തിയാൽ ഈ വാനരന്മാർ തന്നെ തൻ്റെ ബലം കൊണ്ട് കൊന്നുകൊള്ളും. ഇവൻ മണ്ണിലോ വിണ്ണിലോ പാതാളത്തിലോ അന്തരീക്ഷത്തിലോ പ്രവേശിക്കട്ടെ, എവിടെ പോയി ഒളിച്ചാലും വേണ്ടില്ല, എൻ്റെ അമ്പേറ്റ് ദഹിച്ച് പ്രാണൻ പോയി ഭൂമിയിൽ വീണുകൊള്ളും എന്നെല്ലാം ശ്രീരാമൻ പറയാണ് ലക്ഷ്മണനോട്. എവിടെ പോയി ഒളിച്ചാലും വേണ്ടില്ല, എൻ്റെ അസ്ത്രം അവിടെ എത്തി ഇവനെ ദഹിപ്പിക്കും എന്നെല്ലാം ശ്രീരാമൻ്റെ വാക്ക് കേട്ട് ലക്ഷ്മണൻ അതിനെ മാനിച്ചു. പിന്നീട് അവനും ഈ ഇന്ദ്രജിത്തും ഇത് മനസ്സിലാക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ. ഇവരെ ജയിക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല. എന്താണ് അടുത്ത വഴിയെന്ന് ആലോചിക്കും. യുദ്ധത്തിൽ ഈ വിജയം പ്രാപിക്കാനുള്ള അതിനുള്ള വഴിയൊക്കെ അവൻ കാണുന്നുണ്ട്. എങ്ങനെ ഒളിച്ചിരുന്നാലും എൻ്റെ അമ്പേറ്റ് ദഹിച്ച് പ്രാണൻ പോയി ഭൂമിയിൽ വീണുകൊള്ളും എന്ന് പറഞ്ഞു കേട്ടില്ലേ? ഇങ്ങനെയെല്ലാം പറഞ്ഞുകൊണ്ട് ഇത്യേവ മുക്താവചനം മഹാർത്ഥം രഘുപ്രവീരപ്ലവകർഷഭൈർവൃത വധായ രൗദ്രസ്യ നൃശംസകർമ്മണ തഥാ മഹാത്മാ ത്വരിതം നിരീക്ഷതേ. ആ പ്ലവകർഷഭന്മാരാൽ പരിവൃതനും മഹാത്മാവുമായ രഘുവീരൻ ഇങ്ങനെ വിശിഷ്ടാർത്ഥയുക്തമായ വാക്കുകൾ പറഞ്ഞ ശേഷം, ലക്ഷ്മണനോട് ഇങ്ങനെ വിശിഷ്ടമായ വാക്കുകൾ പറഞ്ഞ ശേഷം ആ രൗദ്രനെ, അതായത് ഇന്ദ്രജിത്തിനെ വധിക്കാൻ വേണ്ട ഉപായങ്ങളെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. ആ ഇന്ദ്രജിത്തും അത് തന്നെ ചിന്തിക്കുന്നത്, എങ്ങനെയാണ് ജയിക്കാൻ ഒരു വഴി എന്നുള്ളത്. അങ്ങനെയാണ് മായാസീതയെ നിർമ്മിച്ച് തേരിൽ വെച്ച് വാനരന്മാരുടെ മുമ്പിൽ വെച്ച് മായാപ്രയോഗം നടത്തി നോക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ യാഗശാലയിൽ പോയിട്ട് ഹോമം പൂർത്തിയാക്കി വന്നാൽ പിന്നെ അവനെ ആർക്കും ജയിക്കാൻ കഴിയില്ല. അതിനുവേണ്ടി കണ്ട ഒരു ഉപായമാണ് മായാസീതാ വധം. സത്യത്തിൽ അതായത് രാക്ഷസന്റെ മായയാണ്. പക്ഷേ ആ വാനരന്മാരെല്ലാം അത് സത്യമാണെന്ന് ധരിച്ച് ശ്രീരാമന്റെ അടുത്ത് പോയിട്ട് പറയുന്നു, ദുഃഖിക്കുന്നു എല്ലാവരും. അപ്പോഴേക്കും അവിടെ എത്തി വന്ന വിഭീഷണൻ സത്യം പറഞ്ഞ് മനസ്സിലാക്കുന്നു, ഇത് മായ പ്രയോഗിച്ചതാണ് ഇന്ദ്രജിത്ത് അവന് ഹോമം പൂർത്തിയാക്കാൻ വേണ്ടി. അതുകൊണ്ട് വേഗം അവിടേക്ക് പോയിട്ട് ആ ഹോമം തടസ്സപ്പെടുത്തണം എന്നൊക്കെ വിഭീഷണന്റെ വാക്ക് കേട്ട് അതിന് പുറപ്പെടണം. മായാസീതാവധം അടുത്ത അധ്യായത്തിലാണ് പറയുന്നത്. ഈ അധ്യായത്തിൽ ഇത്രയേ ഉള്ളൂ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമതാ രാക്ഷസാന്തകം.
സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശ്രീ ജഗദംബാർപ്പണമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം തത്സത്.